പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. വിശുദ്ധ യോഹന്നാൻ 14:13 നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഗുരുനാഥൻ തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നു എന്ന വാർത്ത കേട്ട് തകർന്ന ഹൃദയവുമായി നിന്ന പ്രിയ ശിഷ്യർക്കുള്ള ആശ്വാസദൂതാണ് ഈ വാക്യം. ചിലർ ചിന്തിക്കുന്നത് പോലെ ചോദിക്കുന്നത് എല്ലാം നൽകാം എന്നൊരാശയം ഇവിടില്ല. പുത്രന്റെ നാമത്തിൽ എന്ന പ്രയോഗത്തിനാണ് ഇവിടെ പ്രാധാന്യം. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ ഒരു കാര്യം അപേക്ഷിക്കണമെങ്കിൽ കർത്താവുമായി ഹൃദ്യമായ ഒരു ബന്ധമുണ്ടായേ മതിയാകൂ. അപ്പോൾ ക്രിസ്തുവുമായി കൂട്ടായ്മയുടെ ബന്ധം സ്ഥാപിച്ച് ദൈവഹിതപ്രകാരമുള്ള നമ്മുടെ ആവശ്യങ്ങൾ പുത്രന്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ അത് തിരുസന്നിധിയിൽ സ്വീകരിക്കപ്പെടും എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ഇങ്ങനെയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ വരും ദിവസങ്ങളിൽ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുമായി ഹൃദ്യമായ ബന്ധം പുലർത്തി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. തിരുഹിതപ്രകാരമുള്ള അടിയങ്ങളുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത് അവിടുന്ന് നിവർത്തിച്ച് നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.